അമ്മയുടെ അടുക്കലൊന്ന് പോകണം ഇനി. എന്തേ ഞാൻ അത് കാണിച്ചേടാ, ജാനിക്കുട്ടിയുടെ ലാപ്ടോപ്പ്. അമ്മമ്മയുടെ അടുക്ക ഇതിന്റെ അടപ്പോടെ നോക്കിയെടുത്ത് ഞാന് ബബിള് വരുന്നില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഡിലിട്ടേക്കുന്നത് എങ്ങനെയാ നോക്കി, അങ്ങോട്ട് തിരിഞ്ഞേ. ആ, ഇപ്പോഴത്തെ ഫാഷൻ അത്. അവിടെ നോക്കല്ലേ? നമ്മുടെ ട്രൈപോഡിന്റെ ആ ഒരു പാർട്ട് ഇളകി പോയില്ലേ, അത് ഓർഡർ ചെയ്തത് വന്ന് ഫിറ്റ് ചെയ്ത് കേട്ടോ. അതുകൊണ്ട് ഇന്നൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മറ്റേ കൊച്ചു ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് വലിയ പാടായിരുന്നു. ഫ്രൂട്ട്സോ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു. നകളിലെ വെച്ചേ വെള്ളോട്ട് വെച്ചേ. പിന്നെ വന്ന വഴിക്ക് ജാനിക്കുട്ടിയും കുഞ്ഞനെയും കാണാൻ അവിടെ കയറി. നമ്മൾ ചെന്നപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. അമ്മയും മക്കളും കൂടെ ചിക്കനൊക്കെ മേടിക്കാൻ പോയേക്കുമായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവര് ചിക്കനൊക്കെ മേടിച്ച് അമ്മമ്മയുടെ അടുക്കലൊക്കെ കയറി മോനുകുട്ടനെയൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. അവരിങ്ങോട്ട് വരൂ, ഇനിയിപ്പോ രാത്രി വരും. ഞങ്ങൾ അവിടെ ഇരുന്ന് ഇവര് വട്ടൊന്നും കണ്ട്. പിന്നെ അവര് വന്ന് അവരെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. ഞങ്ങൾ നേരെ പോയി മോനുകുട്ടനെ വിളിച്ച് അമ്മമ്മ ഇന്ന് തീയലൊക്കെ വെച്ചെന്ന് പറഞ്ഞു. പയർ തീയലും ഒക്കെ എടുത്തോണ്ട് പോരുന്നു. പിന്നെ 4 മണിക്ക് കഴിക്കാൻ മോനുകുട്ടന് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് തന്നു. പിന്നെ ഇത് മാമി തന്നതാണ് കേട്ടോ, പഴം. പിന്നെ ഇന്ന് എന്തുവാ ഇത് അജയണം കൊണ്ട് തന്നതാണ്. നമ്മുടെ തെരളി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണ്, വട്ടയിലേക്കൊക്കെ ഉണ്ടാക്കിയത്, ചക്കയപ്പം പോലെ. മൊത്തം കുടിച്ചു. എങ്ങനെ വെച്ചാലും നല്ല എനിക്ക് കൂടി ചരിച്ചാൽ. എന്തുവാ പിന്നെ അമ്മ തന്നതാണ് പയറുതോരൻ. അപ്പോ ഇതൊക്കെ കൂട്ടി ചോറുണ്ണണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് വേറൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആതിരക്കുട്ടി പാഴ്സൽ അയച്ചിട്ടുണ്ട്. മുത്തൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ സന്തോഷമായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുവാണെന്നുള്ളത് ഞാൻ നോക്കിയില്ല. ആതിരക്കുട്ടിയെ കാണിക്കണേ, എവിടെയാണ് ആതിരക്കുട്ടി എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ആതിരക്കുട്ടിയെ ഞാനും കണ്ടിട്ടില്ല പ്രിയങ്ങളെ നേരിട്ട്. വീഡിയോ കോൾ ചെയ്ത് കണ്ടു. ഞാനും ആതിരക്കുട്ടിയെ കണ്ടിട്ടില്ല. എന്തോ നോക്കട്ടെ. പൊറോട്ട എന്തോ അതായത് കറിയുണ്ട് കേട്ടോ, ചൂടാ. ബിരിയാണിയാണ്. ബിരിയാണി ഇങ്ങനത്തെ പേപ്പറിൽ തരത്തില്ലല്ലോ. തരുമോ? അല്ല, ചക്ക ബിരിയാണി. കപ്പ ബിരിയാണി. ചക്ക ബിരിയാണിയാണ്. കപ്പ ബിരിയാണി ഉണ്ട്. പിന്നെ ഇത് ബിരിയാണിയാന്ന് തോന്നുന്നു. ഇല്ലേ, ഇത് ബിരിയാണി, ഇത് ചക്ക ബിരിയാണി. പിന്നുള്ളത് പൊറോട്ടയും കറിയാണ് കേട്ടോ. അപ്പോ ഞാൻ ഇതിന്റെ എല്ലാം ഇച്ചിരി രുചി നോക്കും. ഇന്നലെ നമ്മൾ പത്തിരിയുടെ രുചി നോക്കിയ പോലെ എല്ലാത്തിന്റെ രുചി നോക്കും. അപ്പൊ എനിക്ക് ഇച്ചിരി ചോറുണ്ണണം കേട്ടോ. അതായത് എൻ്റെ പ്രിയപ്പെട്ട തീയലും തോരനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറുണ്ണും. പിന്നെ എൻ്റെ ആതിരക്കുട്ടി അയച്ച പാഴ്സലിനകത്തൊന്നും ഞാൻ മിസ്സാക്കാതെ ഞാനത് കഴിക്കും. ഞങ്ങളെല്ലാവരും പങ്കിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രിയങ്ങളെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയണമെന്ന് ഓർത്തതാണ്, വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെയോ വീഡിയോയിൽ പറഞ്ഞായിരുന്നു
ഇവിടെ ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈയുടെ വണ്ടി ഓടിക്കാൻ മാമൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ മാമൻ പോകുന്ന പലയിടങ്ങളിലും കുഞ്ഞോടപ്പൂപ്പനല്ലേ, കുഞ്ഞോൻ എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പലരും. പിന്നെ എൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കുന്നവരുണ്ട്, കാണുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം കേട്ടോ. മാമൻ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ ഇരുന്ന് എൻ്റെ വീഡിയോസ് കാണുന്നു, സ്വന്തം വീട്ടുകാരെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് കുഞ്ഞോ എന്തിയെ, കുഞ്ഞോ സുഖമാണോ എന്ന് ചോദിച്ചത്. മാമൻ ആദ്യം മനസ്സിലായില്ല കുഞ്ഞോടെ കാര്യം ചോദിച്ചിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് സ്നേഹം എല്ലാവരോടും കേട്ടോ. നമ്മൾ പത്തനംതിട്ടയാണ്, നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ നേരിട്ടൊന്നും പലപ്പോഴും കാണാൻ പറ്റുന്നില്ല. മാമനിപ്പോൾ അവിടെ സപ്ലൈക്ക് ചെല്ലുന്നത് കൊണ്ടാണ് മാമൻ കാണുന്നതും നിങ്ങളെ വിവരങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ. നമുക്ക് അങ്ങനെയൊന്നും കാണാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരോടും അങ്ങനെ അന്വേഷിക്കുന്നവരോടെല്ലാം നിറയെ സ്നേഹം, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരട്ടെ. ഇന്നലത്തെ തലവേദന, മെനഞ്ഞാന്ന് പുറം വേദന, ആകപ്പാടെ വേദനകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഒക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്, ഒരാശ്വാസമുണ്ട്. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല, പക്ഷെ എനിക്ക് ടീച്ചറാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ കൊച്ചോളുടെ ടീച്ചറാണ്, ശ്രീദേവി ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്നോട് ഇന്നും മെസ്സേജ് അയച്ച് പറഞ്ഞു, വയ്യാന്നൊരിക്കലും വിചാരിക്കരുത്, സ്വന്തമായിട്ട് എനിക്കൊരു വയ്യാഴികയില്ല, ഞാൻ സന്തോഷത്തിലാണ്, എനിക്ക് ശത്രുക്കളൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ന് ശരിക്കും ആ മെസ്സേജ് കേട്ടപ്പം ഞാൻ കുറേ നേരം എനിക്ക് പ്രത്യേകിച്ച് ഒരു വയ്യാഴികയില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ടിരുന്ന് ചിന്തിച്ച്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇത്തിരി സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്ന് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താ പറയുന്നത്, ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാ രീതിയിലും ഉള്ളവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് അമ്മായിയമ്മ മരുമോൾ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എവിടെ നിന്നാണോ ഇപ്പം എത്രയോ ഇടങ്ങളിൽ മരുമകളിൽ നിന്ന് അമ്മായിയമ്മ വേദന അനുഭവിക്കുന്നു, അല്ലെ ഈ പറയുന്ന പോലെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്നവരുണ്ട്. ആ ഒരു സ്ഥാനം വെച്ചല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഭീഷണിയാവുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. അത് ആ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരിലും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം പരമാവധി ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുക. തരണം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ പലതും വന്നു പോകും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ അവർ തമ്മിൽ പ്രശ്നമാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ എന്നും ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. അത് മക്കൾക്ക് വേണ്ടിയാവാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. നമുക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആയുസ്സൊക്കെ തന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് ആർക്കും എടുക്കാൻ അവകാശമില്ല. നമ്മൾ അതിന് നിന്നു കൊടുക്കാതിരിക്കുക, പരമാവധി ശ്രമിക്കുക. പലർക്കും അതിന് പറ്റാറില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഓരോരുത്തരും എന്നോട് പറയുന്നതാണ്, ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല. അങ്ങനെയുള്ള ചട്ടക്കൂടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ചിലർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലരും മെസ്സേജിലും കമൻറ്റിലും ഒക്കെ പറയാറുണ്ട്. രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഒരു തരത്തിലും ഒന്നുകിൽ നമ്മളെ പരിഗണിക്കുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ അവഗണിച്ച് നമ്മളെ പുറത്താക്കിയിരിക്കണം. ഇത് രണ്ടും അല്ലാതെ നമ്മൾ അവിടെ കിടന്നിങ്ങനെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ്. അനുഭവിച്ചത് കൊണ്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഈ പറയുന്നത് പോലെ എല്ലാവരും പരമാവധി ഇങ്ങനെയുള്ള കൊടും പാതകങ്ങളിലേക്കൊന്നും ജീവിതം കൊണ്ട് എത്തിക്കാതിരിക്കുക. അതൊക്കെ എത്ര വലിയ, ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ ദേഹത്ത് മുഴുവൻ, അവരുടെ ഡ്രസ്സിൽ മുഴുവൻ ആ ഒരു മരുമകളായി അവർ വിളിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുടെ രക്തമാണ്. എന്താ പറയുക, അത് കാണുമ്പോൾ മനസ്സ് തകർന്നു പോവുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് അതിനെക്കാട്ടിലും, അത് 2 പെൺകുട്ടികളാണെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നാളെ അവരുടെ മനസ്സിൽ അതിങ്ങനെ ഒരു കരുനിഴൽ പോലെ കിടക്കും. അവരുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ സ്നേഹമുള്ളവരാണ് അവരുടെ ജീവിതത്തിലേക്ക് ബന്ധം കൂടാൻ എത്തുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് അത് വിശ്വസിക്കാനും അവരെ പരിഗണിക്കാനും ചിലപ്പോൾ പറ്റിയില്ല എന്നൊക്കെ വരും. അത്രയ്ക്കും വലിയൊരു ഷോക്കായിരിക്കും ഈ ഒരു കാഴ്ച അവർക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും ഒരു കുടുംബ ബന്ധങ്ങളും എത്തപ്പെടാതിരിക്കട്ടെ.
എല്ലാവരും അവരവരുടെ സമാധാനത്തിൽ ജീവിച്ച് തീർക്കട്ടെ. അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എല്ലാവരെയും എന്താ പറയുന്നത്, നമുക്ക് പുറത്ത് നിന്ന് എന്ത് വേണമെങ്കിലും ഒരാളിനെ പറ്റി വിധി എഴുതാം, പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാം. പക്ഷേ അവരുടെ സാഹചര്യം എന്താണെന്നുള്ളത്, അവർ ജീവിക്കുന്ന നില എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവർ, പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതാണ് അതിനകത്ത് അത്രയും സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹം കേട്ടോ. അപ്പം ഞാനിന്ന് കുളിച്ച് ജീവിച്ച് വരാം. കുളിഞ്ചൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ. ഇത് അമ്മ തന്നു വിട്ടതാ കരിക്ക്. തേങ്ങ ചുമ്മാ അങ്ങ് ചൂടുകൊണ്ടാണോ എന്നറിയത്തില്ല, തന്നെ താഴെ വീണു, ഒരു കൊലയോളം വീണ് മൊത്തം കരിക്കുക. അപ്പോൾ ഇവിടെ മുത്തിനെ രാവിലെ വിളിച്ച് ഇത് കുറച്ച് കൊടുത്തു വിട്ടത് കേട്ടോ, 4 എണ്ണം. നമുക്കിത് വെട്ടി പൊട്ടിച്ച് കഴിക്കണം. വെട്ടണമെന്നുണ്ടെങ്കിൽ മുത്ത് വേണം. ഉപ്പൂനൊക്കെ കൊടുത്തു വിട്ടു. അതുപോലെ കുറേ ഒരു ഒറ്റ കൊലയായിട്ട് അങ്ങ് വീണു. നാളെ ഒരിച്ചിരി പച്ചരി വെള്ളത്തിലിടാം. നമുക്ക് ഈ കരിക്ക് വെച്ചരച്ച് പാലപ്പം ഉണ്ടാക്കിയാൽ നല്ല രുചിയല്ലേ, നോക്കാം. ചോറ് രാവിലെ തിളപ്പിച്ച്, ചോറല്ല അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞത് എന്ത് കാണും, ചോറ് അതിനകത്തുനിന്ന് എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു. അത് മടിയാണെന്നും പറഞ്ഞിരിക്കുമോ, ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ എടുത്ത് കഴിച്ച് ബാക്കി ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അതിനകത്ത് എടുത്താൽ മതി, ബാക്കി അതിനകത്ത് തന്നെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് തിളപ്പിച്ച് വാർത്തിട്ടോളാം, അല്ലെ രാത്രി പിന്നെ നമ്മളത് തണുത്ത് കഴിക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ചോറ് റെഡിയാണ്. പിന്നെ കപ്പ ബിരിയാണിയും ചോറും, നമുക്ക് എന്താ പറയുന്നത്, ഈ വന്ന കറികളൊക്കെ കൂട്ടി ഞാൻ ചോറും. അവർക്ക് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി അവർ കഴിക്കട്ടെ, എനിക്ക് ചോറ്, ബിരിയാണിക്ക് പകരം എനിക്ക് ചോറ് കഴിക്കാം. കോഴിക്കോട്ടെ എടുത്തോ, ഇത് വേണ്ടായിരുന്നു, രാജ്യങ്ങൾ കൊണ്ട് തന്നെ വേണ്ടേ, എടുത്തോ കുഞ്ഞെടുത്തോ, കുഞ്ഞിനെ കഴിക്കാൻ കൊണ്ടുവന്നത് പറയണ്ടേ. ഞാനൊരു കൊഴുക്കട്ട കഴിക്കട്ടെ. അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മുത്തിൻ്റെ അടുക്ക വന്നിരുന്നതാണ്. അവൻ്റെ അടുക്കലിരുന്ന് അവനിങ്ങനെ അവൻ്റെ പഠിക്കുന്ന എന്താണെന്നും ലാപ്ടോപ്പിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എനിക്കൊന്നും മനസ്സിലാവത്തില്ല, പക്ഷേ ഞാനെല്ലാം മൂളി കേട്ടോണ്ടിരിക്കും. എനിക്ക് ഇച്ചിരി കപ്പ ബിരിയാണി മാത്രം വെച്ചാൽ ബാക്കിയൊക്കെ താഴെ പോകും. അയ്യോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ചിക്കൻ കറി ഇല്ലേ, ഒരു പാത്രം തരാം. അവര് മോനിക്കുട്ടൻ ബിരിയാണി എടുത്തോണ്ട് പോയി, മുത്ത് 2 പൊറോട്ടയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇച്ചിരി ചോറും ഇച്ചിരി കപ്പ ബിരിയാണി. മുരിങ്ങയ്ക്ക് തീയൽ വെച്ചേട്ടോ, ഞാൻ വെച്ച് പയറാണ്, പയറമ്മ തോരൻ വെച്ച കാര്യമാണ് പറഞ്ഞു. വരാം. കപ്പ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. നോക്കാം ഇത് എവിടുത്തെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ മേടിക്കുന്നിടത്തെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നോക്കട്ടെ.
പാതിരക്കുട്ടിയോട് സ്നേഹം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകളോടെ നമുക്ക് ഉറങ്ങാൻ പോവാം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.